മാംഗല്യം ജഗനെ ഇങ്ങനെ കോവിലകത്തേക്ക് മടക്കി കൊണ്ടുവരും എന്നാലോചിച്ച് രാമനാഥൻ ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. എത്ര തലപുകഞ്ഞ് ആലോചിച്ചിട്ടും ഒരൈഡിയയും മനസ്സിൽ തെളിഞ്ഞില്ല. അതിന് പ്രധാന കാരണം ജഗന്റെ ആ സ്വഭാവം തന്നെയാണ്. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. പണ്ട് മുതൽക്ക് അവൻ ഇങ്ങനെ തന്നെയാണ്. എങ്കിലും എങ്ങനെയെങ്കിലും പാർവതി പറഞ്ഞതുപോലെ ജഗനെ തിരികെ കോവിലകത്തേക്ക് മടക്കി കൊണ്ടുവരണമെന്നും എല്ലാവരുമായി കൂട്ടി യോജിപ്പിച്ച് ഒത്തൊരുമയോടെ മുന്നോട്ടു പോകണമെന്നും രാമനാഥൻ മനസ്സുകൊണ്ട് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതേസമയം അവിടെ വണ്ടിയിൽ ജഗൻ കുറേയേറെ സംസാരിച്ചിട്ടും ജാൻവിയുടെ മുഖം അങ്ങോട്ട് നല്ലതുപോലെ തെളിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. കുറച്ചേറെ നേരമായി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ജാനി പതിയെ മുഖം ചരിച്ച് ജഗനെ നോക്കുമ്പോൾ കാണുന്നത് അവനെന്തോ വലിയ ആലോചനയോടെ വണ്ടി ഓടിക്കുന്നതാണ്. കാണുമ്പോൾ തന്നെ അറിയായിരുന്നു അവന്റെ മനസ്സ് അവിടെ എങ്ങും അല്ലാന്ന്. ജാനി പെട്ടെന്ന് അവനോട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. ജഗൻ ആദ്യം കാര്യം മനസ്സിലായില്ല. എന്താ, എന്തുപറ്റി ജാനി എന്ന് ചോദിച്ചുകൊണ്ടവൻ റോഡിനോരം ചേർത്ത് വണ്ടി നിർത്തി. അല്ല ജഗൻ, എന്തായി ആലോചിക്കുന്നത്? ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് വേണ്ടി ശ്രദ്ധിക്കാന് എന്ന് ജാൻവി ചോദിച്ചതും ജഗൻ ഒരാശ്വാസത്തോടെ അവളെ നോക്കി. ഓ, അതായിരുന്നോ കാര്യം? ഞാൻ കരുതി താൻ മറ്റെന്തെങ്കിലും പറയാമെന്നതാകൂന്ന് അവൻ പറഞ്ഞു. മറ്റെന്തു പറയാൻ? ജാൻവി തിരിച്ചു ചോദിച്ചപ്പോ അതല്ല, താൻ കുറേ നേരമായിട്ട് മൂഡ് ഓഫ് ആയിരുന്നല്ലോ എന്നായിരുന്നു ജഗന്റെ മറുപടിയായി ജാൻവി ഒന്ന് മൂളിയതേ ഉള്ളൂ. ജാൻവി, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എങ്ങോട്ടും ഒരു യാത്ര പോയില്ലല്ലോ എന്ന്. നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ? എന്താ നിന്റെ അഭിപ്രായം? അത് കേട്ടപ്പോൾ ജാൻവിക്ക് വലിയ സന്തോഷമായി. അവൾ കുറിച്ച് ആവേശത്തോടെ തന്നെ പറയുകയാണ് അവനോട്. പോകാലോ, പക്ഷേ എന്റെ എക്സാം കഴിഞ്ഞിട്ട് പോകുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അതാവുമ്പോൾ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കാം. ഇനിയിപ്പോ വരുന്ന 2 മാസത്തിനുള്ളിൽ എക്സാം എങ്ങനെയെങ്കിലും കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു അടിപൊളി യാത്ര പോകാം. അവളുടെ ഉത്സാഹം കണ്ടപ്പോൾ ജഗൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി സമ്മതിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ സാവധാനം കടന്നുപോയി. അന്നാ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ജാൻവി മാനസിയും ജയനിയുമൊന്നും വിളിക്കാൻ പോയില്ല. എന്തോ അവൾക്കതിനൊന്നും തോന്നിയില്ല എന്ന് പറയുന്നാകും ശരി. അങ്ങനെ ഇരിക്കെ അവളുടെ ഫൈനൽ സെമസ്റ്റർ എക്സാമിന്റെ ടൈം ടേബിൾ വന്നു. അന്ന് വൈകുന്നേരം ജഗൻ ജോലി കഴിഞ്ഞു വരുമ്പോ ജാൻവി ഹോളില് എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അവളുടെ ഇരിപ്പ് കണ്ട് ജഗൻ അരികിലേക്ക് ചെന്നു. എന്താ ജാൻവി ഇത്ര വലിയ ആലോചന? ജാൻവി സങ്കടത്തോടെ ജഗനെ നോക്കി. അല്ല ജഗൻ, എക്സാം ദാ അടുത്തെത്തി, പഠിച്ചിട്ടൊരു വക തലയിലോട്ട് കേറുന്നുമില്ല. അവളുടെ മുഖത്തെ സങ്കടം കണ്ട് ജഗൻ ചിരിച്ചുപോയി. ജഗന് ചിരി. ഞാനിവിടെ എന്ത് ചെയ്യണോന്നറിയാതെ വല്ലാത്തൊരു ടെൻഷനിൽ നിൽക്കുവാണ്. വെപ്രാളത്തിന്റെ അറ്റത്തായിരുന്നു അവൾ. അപ്പോഴാണ് ജഗൻ അവളുടെ അടുത്തേക്ക് വന്നത്. ആശ്വാസത്തോടെ അവൻ പറഞ്ഞു, എന്റെ ജാൻവി, എല്ലാ കാര്യവും സമാധാനത്തോടെയല്ലേ ആലോചിക്കേണ്ടത്. മനസ്സിലുള്ള ഈ ടെൻഷനൊക്കെ എടുത്തു മാറ്റി വെച്ച് ആദ്യം ഒന്ന് കാമാകാൻ നോക്ക്. എന്നിട്ട് പതിയെ പഠിക്കാൻ നോക്ക്. എല്ലാം ശരിയാകും. അല്ലാതെ ഈ വെപ്രാളം പിടിച്ച മനസ്സുമായിരുന്നാൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത്രയും പറഞ്ഞ് അവളുടെ തോളിൽ കൈവച്ച് അവളെ ആശ്വസിപ്പിച്ച ശേഷം ജഗൻ മെല്ലെ റൂമിലേക്ക് നടന്നുപോയി. അവൻ പോയ ശേഷമാണ് ജാൻവി കാര്യത്തെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചത്. സത്യമാണ്, ഫൈനൽ സെമസ്റ്റർ എക്സാമാണ് മുന്നിൽ. ടൈം ടേബിൾ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ തുടങ്ങിയ വിക്കലും വിറയലുമാണ്. മിക്കവാറും ഈ അനാവശ്യ ഭയം കാരണം മാത്രമായിരിക്കും തനിക്കൊന്നും പഠിക്കാൻ കഴിയാത്തതെന്ന് അവൾക്ക് മനസ്സിലായി. ജഗൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ ജാൻവി തീരുമാനിച്ചു. അവൾ പതിയെ ബുക്ക് കയ്യിലെടുത്തു. എന്നിട്ട് കുറച്ചു നേരം കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരുന്നു. അതിനുശേഷം അവൾ പതിയെ വായിക്കാൻ തുടങ്ങി. ഇത്തവണ കാര്യങ്ങൾ മാറി മറിഞ്ഞു. മുൻപത്തെ പോലെയല്ല. അവൾക്ക് വല്ലാത്തൊരു ആശ്വാസവും മാറ്റവും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ അന്നും രാമനാഥൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയ നേരത്ത്. പക്ഷെ ഉമ്മറത്ത് എന്തൊക്കെയോ ആലോചിച്ച് ശൂന്യമായ മനസ്സോടെ ഇരിക്കുന്ന ഭാര്യ പാർവതിയെ കണ്ടപ്പോൾ അയാൾക്ക് യാത്ര തിരിക്കാൻ തോന്നിയില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് പാർവതി ഇങ്ങനെ തന്നെയാണ്, ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ. രാമനാഥൻ പതുക്കെ അവർക്കരികിലേക്ക് ചെന്നു. എന്താ പാർവതി നിന്റെ പ്രശ്നം? നീ എന്താ ഇങ്ങനെ ജീവനില്ലാത്തതുപോലെ ഇരിക്കുന്നത്? കുറച്ച് ദിവസങ്ങളായി ഞാനിത് ശ്രദ്ധിക്കുന്നു. ഭർത്താവിന്റെ ചോദ്യം കേട്ടതും പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു.
അവർ ദയനീയമായിട്ട് അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ രാമേട്ടൻ എന്താ ഇന്ന് ഓഫീസിൽ പോകുന്നു വരുന്നു. നമ്മുടെ മകൻ ജഗൻ ഈ വീട് വിട്ടു പോയിട്ട് എത്ര ദിവസമായി? അവനെക്കുറിച്ച് രാമേട്ടന് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഞാൻ എന്തായാലും ഒന്ന് തിരുമേനി ഒന്ന് പോയി കാണാൻ തന്നെ തീരുമാനിച്ചു. അത് കേട്ടപ്പോ ഒരു നെടുവീർപ്പോടെ രാമനാഥൻ മറുപടി നൽകി. ആ, എങ്കിൽ നീ പോയി കാണു. അങ്ങനെയെങ്കിലും നിന്റെ മനസ്സിനല്പം ആശ്വാസം കിട്ടുമെങ്കിൽ കിട്ടട്ടെ. എന്തായാലും ഞാൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. രാമനാഥൻ ധൃതിയിൽ പടിയിറങ്ങി. രാമനാഥൻ പോയി ഉടനെ തന്നെ പാർവതിയും വേഷം മാറി പുറപ്പെട്ടു. ഏകദേശം 9 മണി ആയിട്ടുണ്ടാകും നേരം. അവരുടെ കാറ് നേരെ ലക്ഷ്യം വെച്ചത് തിരുമേനിയുടെ മനയിലേക്കാണ്. മനയിലെത്തിയപ്പോ തിരുമേനി ധ്യാനത്തിലാണെന്നും അരമണിക്കൂർ കാത്തിരിക്കണമെന്നും പരിചാരകർ പറഞ്ഞു. മകനെക്കുറിച്ചുള്ള ആശങ്കയിൽ നെഞ്ചിരിപ്പോടെ പാർവതി ആ പൂമുഖത്ത് അക്ഷമയോടെ കാത്തിരുന്നു. അരമണിക്കൂർ എന്നത് 3/4 മണിക്കൂറായി നീണ്ടു. ഒടുവിൽ തിരുമേനി അവരെ അകത്തേക്ക് വിളിപ്പിച്ചു. രാശി പലകയ്ക്ക് മുന്നിൽ ആഴത്തിലുള്ള ആലോചനയോടെ ഇരിക്കുകയായിരുന്നു തിരുമേനി. പാർവതി പതുക്കെ വിളിച്ചു. തിരുമേനി. അദ്ദേഹം മുഖമുയർത്തി നോക്കി ഒരു മന്ദഹാസത്തോടെ. ആ, ഞാൻ വിചാരിക്കുമായിരുന്നു 1-2 ദിവസത്തിനുള്ളിൽ പാർവതി ഇങ്ങോട്ട് വരുമെന്ന്. എന്താണ് പാർവതി, എന്തൊക്കെയുണ്ട് മാണിക്യമംഗലം കോവിലകത്തെ പുതിയ വിശേഷങ്ങൾ? തിരുമേനി, ഞാൻ പറഞ്ഞില്ലെങ്കിൽ കൂടി അങ്ങേക്കെല്ലാം അറിയാലോ. ജഗൻ വീട് വിട്ടുപോയി. പാർവതി തന്റെ ഉള്ളിലെ സങ്കടങ്ങളും അവൻ വീട് വിട്ടു പോകാനുണ്ടായ സാഹചര്യങ്ങളും ഒന്നിടവിടാതെ അവനോട് അദ്ദേഹത്തോട് വിശദീകരിച്ചു. പക്ഷെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ തിരുമേനിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയാണ് വിടർന്നത്. മകൻ പോയ സങ്കടം പറയുമ്പോൾ തിരുമേനി ചിരിക്കുന്നത് കണ്ടപ്പോ പാർവതിക്കുള്ളിൽ അല്പം അതൃപ്തി തോന്നിയിരുന്നു. പാർവതിയുടെ ഭാവമാറ്റം കണ്ട് തിരുമേനി ചോദിച്ചു. ഇത്രയും ദുഃഖമുള്ളൊരു കാര്യം കേട്ടിട്ടും ഈ തിരുമേനി എന്താണ് ചിരിക്കുന്നത് എന്നല്ലേ പാർവതി ഇപ്പൊ ചിന്തിച്ചത്? തന്റെ മനസ്സിലിരിപ്പ് തിരുമേനി കൃത്യമായി പറഞ്ഞപ്പോ പാർവതി അറിയാതെ തലയാട്ടിപ്പോയി. തിരുമേനി ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങി. എനിക്ക് കേട്ടോളൂ. നമ്മുടെ അറിവോട് കൂടിയോ അല്ലാതെയോ ആണ് ജഗനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിലും അതവന്റെ നല്ലതിനു വേണ്ടി തന്നെയാണ്. പാർവതിക്കൊന്നും മനസ്സിലായില്ല. അവർ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. തിരുമേനി, അല്പം കൂടി വ്യക്തമായി പറയാമോ? അപ്പോഴാണ് തിരുമേനി ആ വലിയ രഹസ്യം വെളിപ്പെടുത്തിയത്. അതായത് പാർവതി, വരാൻ പോകുന്ന ഈ 6 മാസക്കാലം ജഗനും ജാൻവിക്കും അത്ര നല്ലതല്ലെന്ന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ. ഒരുപക്ഷെ അവർ മാണിക്യമംഗലം കോവിലകത്ത് തന്നെ നിന്നിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന അനർത്ഥങ്ങളുടെ കാഠിന്യം വളരെ കൂടുതലായിനെ. ഇതിപ്പോ അവർ കോവിലകം വിട്ട് മാറി നിന്നതുകൊണ്ട് പല അപകടങ്ങളും ഒഴിവായി പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് തന്നെയാണ് ശരിയായ തീരുമാനം. ആ വാക്കുകൾ കേട്ടപ്പോ പാർവതിയുടെ മനസ്സിന്റെ ഭാരം ഒരൽപ്പം കുറഞ്ഞു. മുഖം ഒന്ന് തെളിഞ്ഞു. തിരുമേനി കാര്യമായിട്ട് മറ്റെന്തോ കൂടി പറയാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കിയ പാർവതി കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയോടെ തിരുമേനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. എന്തായാലും ഞാൻ ഒന്ന് പ്രശ്നം വെച്ച് നോക്കാം. രാശിപ്പലകയിൽ തെളിയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. തിരുമേനി അത് പറഞ്ഞപ്പോ പാർവതി ശ്വാസം അടക്കി പിടിച്ച് കണ്ണെടുക്കാതെ ആ രാശിപ്പലകയിലേക്ക് തന്നെ നോക്കിയിരുന്നു. അല്പനേരം കണ്ണുകളടച്ച് ധ്യാനിച്ച ശേഷമാണ് തിരുമേനി കവടി നിർത്തി ഓരോന്നായി നോക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിയുന്ന ഭാവവ്യത്യാസങ്ങൾ പ്രാർത്ഥനയോടെ നോക്കി പാർവതി നെഞ്ചിരിപ്പോടെ കാത്തിരുന്നു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം പാർവതിയെ പേരെടുത്ത് വിളിച്ചു. പാർവതി, അപകടങ്ങളുടെ കാഠിന്യങ്ങൾ കുറഞ്ഞെങ്കിലും എന്തൊക്കെയോ ചിലത് ഇപ്പോഴും അദൃശ്യമായി തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയും മറന്നിക്ക് പുറത്തു വരാനാകാതെ. തൽക്കാലം അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയില്ല. തിരുമേനിയുടെ വാക്കുകൾ പാർവതിയിൽ വീണ്ടും ആശങ്കയുടെ നിഴൽ വീഴ്ത്തി. അദ്ദേഹം തുടർന്നു. പാർവതി ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജഗന് വേണ്ടി കുടുംബക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തണം. പിന്നെ പരദേവതകൾ ഉപവസിക്കുന്ന മണ്ണല്ലേ മാണിക്യമംഗലം കോവിലകം. ജഗൻ പെട്ടെന്ന് അവിടുന്ന് വിട്ടുപോയതിൽ അവർക്കും അല്പം നീരസമുണ്ട്. അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ട പൂജകളും ചെയ്യണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എഴുതിത്തരാം. അതുപ്രകാരം വരാൻ പോകുന്ന 2 മാസക്കാലവും അതെല്ലാം മുടങ്ങാതെ ചെയ്യണം. തിരുമേനി പാർവതിയുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ അവളെ ഓർമ്മിപ്പിച്ചു.
മകന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. വീട് വിട്ടുപോയ മകനോടും മരുമകളോടും മനസ്സിൽ എന്തെങ്കിലും പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായും മാറ്റിവെച്ച് തികച്ചും തെളിഞ്ഞ മനസ്സോടെ വേണം പ്രാർത്ഥിക്കാൻ. തിരുമേനി പറഞ്ഞപ്പോൾ പാർവതി ഒരു യന്ത്രത്തെ പോലെ തലകുലുക്കി. ഞാൻ പറയുന്നതിന്റെയൊക്കെ അർത്ഥങ്ങൾ പാർവതിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓവ് തിരുമേനി, പറയുന്ന എല്ലാം മനസ്സിലാവുന്നുണ്ട്. മറ്റെന്തെങ്കിലും ഉണ്ടോ? പാർവതി ആകാംക്ഷയോടെ ചോദിച്ചു. തൽക്കാലം മറ്റൊന്നും രാശിപ്പലകയിൽ തെളിയുന്നില്ല. പാർവതി സമാധാനമായിട്ട് തന്നെ വീട്ടിലേക്ക് പോയിക്കോളൂ. പിന്നെ മകനെക്കുറിച്ച് ആലോചിച്ച് എപ്പോഴും ഇനി ആശങ്കപ്പെട്ടിരിക്കേണ്ടതില്ല. ഒരുപക്ഷെ പാർവതിയുടെ ഈ അമിതമായ ആശങ്ക നിങ്ങളുടെ കുടുംബജീവിതത്തെ വരെ വളരെ മോശമായി ബാധിച്ചേക്കാം. തിരുമേനി അത് പറഞ്ഞതും പാർവതിക്കുള്ളിൽ ഒരു വെപ്രാളം പിടിവിട്ടു. ആ നിമിഷം അവർക്ക് ഭർത്താവ് രാമനാഥനെ ഓർമ്മ വന്നു. ശരിയാണ്, താൻ അദ്ദേഹത്തോടൊന്ന് ചിരിച്ച് സംസാരിച്ചിട്ട് പോലും ഇപ്പൊ ദിവസങ്ങളായിരിക്കുന്നു. തന്റെ സങ്കടം കാരണം രാമേട്ടനും വിഷമിക്കുകയാണ്. എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം തിരുമേനി, പാർവതി പതുക്കെ പറഞ്ഞു. അദ്ദേഹത്തിനുള്ള ദക്ഷിണയും നൽകി പാർവതി ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. മനസ്സിൽ പുതിയൊരു പ്രാർത്ഥനയുമായി അവർ മനയുടെ പടികളിറങ്ങുമ്പോൾ വരാനിരിക്കുന്ന ആ 2 മാസ കാലത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതേസമയം വിശ്വനാഥന്റെ വീട്. നയോമി അവളുടെ മുറിക്കുള്ളിൽ തന്നെ തലകും വിലങ്ങും നടക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. ഇപ്പൊ പഴയ പോലെ പുറത്തേക്കൊന്നും പോകാറേയില്ല. ഏത് നിമിഷവും മുറിയിൽ അടച്ചിട്ട് ഒരേ ഇരിപ്പാണ്. ഇക്കാലം അത്രയും അവൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളൊന്നും അത്ര നല്ലതല്ലെങ്കിൽ പോലും സ്വന്തം മകളുടെ ഈ അവസ്ഥ കണ്ട് വിശ്വനാഥനും നിർമ്മലയ്ക്കും വല്ലാത്ത വിഷമം തോന്നി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിർമ്മലയുടെ അടുത്തേക്ക് വിശ്വനാഥൻ പതുക്കെ നടന്നു ചെന്നു. സാധാരണ അയാൾ അടുക്കള ഭാഗത്തേക്കൊട്ടും വരാറില്ലാത്തത് കൊണ്ട് തന്നെ വിശ്വനാഥന് പെട്ടെന്ന് അവിടെ കണ്ടപ്പോ നിർമ്മല ഒരു വെപ്രാളത്തോടെ അദ്ദേഹത്തെ നോക്കി. എന്തുപറ്റു ചേട്ടാ, എന്തെങ്കിലും വേണോ? ഏയ്, ഒന്നും വേണ്ടടോ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. നയോമി ഇപ്പൊ ഒരുപാടങ്ങ് മാറിപ്പോയതുപോലെയല്ലേ? അതെ വിശ്വേട്ട, ആ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നിർമ്മല സങ്കടത്തോടെ പറയുകയാണ്. എടോ, നമുക്ക് അവളെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ? എന്താ തന്റെ അഭിപ്രായം? വിശ്വനാഥൻ അത് ചോദിച്ചതും നിർമ്മല ഞെട്ടലോടെ അയാളെ നോക്കി. വിശ്വേട്ടൻ എന്താ ഈ പറയുന്നത്? എന്റെ മോൾക്ക് ഭ്രാന്താണെന്നാണോ? നിർമ്മല പെട്ടെന്ന് പൊട്ടിത്തെറിച്ചതും വിശ്വനാഥൻ അവരെ ആശ്വസിപ്പിച്ചു. എടോ, സൈക്കാട്രിസ്റ്റിനെ കാണുന്നവരെല്ലാവരും ഭ്രാന്തന്മാരല്ല. നമ്മുടെ മനസ്സ് കൈപ്പിടിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ഒരു അഡ്വൈസിന് വേണ്ടി നമുക്ക് അവരെ കാണാം, അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഡോക്ടർ ജേക്കബ്. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരും. അദ്ദേഹം നയോമിയോട് ഒന്ന് സംസാരിക്കട്ടെ. വിശ്വനാഥൻ പറഞ്ഞത് കേട്ട് നിർമ്മല പകുതി മനസ്സോടെ സമ്മതിച്ചു. അന്ന് വൈകുന്നേരം തന്നെ വിശ്വനാഥന്റെ സുഹൃത്തും സൈക്കാട്രിസ്റ്റുമായ ഡോക്ടർ ജേക്കബ് തരകൻ അവരുടെ വീട്ടിലെത്തി. നിർമ്മല മുൻപേ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് നയോമി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ജേക്കബ് നയോമിയുടെ മുറിയിൽ കയറി അവളോട് വളരെ ശാന്തമായി സംസാരിച്ചു. അവളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാൻ ശ്രമിച്ചു. ഏകദേശം 1 മണിക്കൂറോളം ആ സംസാരം നീണ്ടുനിന്നു. അതിനുശേഷം അവളോട് മുറിയിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ് ഡോക്ടർ പുറത്തേക്കിറങ്ങി. വാതിലിനു പുറത്ത് അക്ഷമയോടെ കാത്തു നിൽക്കുകയായിരുന്ന വിശ്വനാഥന്റെയും നിർമ്മലയുടെയും മുഖത്തെ ഭയവും ടെൻഷനും കണ്ടപ്പോ ജേക്കബിന് അവരോട് വലിയ അനുകമ്പ തോന്നി. എന്തു പറഞ്ഞു ജേക്കബ്? മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ ഓക്കെ അല്ലേ? വിശ്വനാഥൻ ആകുലതയോടെ ജേക്കബിനോട് ചോദിച്ചു. വിഷൻ, താൻ വരൂ, നമുക്ക് താഴെയിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. അവർ മൂവരും ലിവിംഗ് റൂമിലേക്ക് നടന്നു. സോഫയിലിരുന്ന് ജേക്കബ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. വിഷൻ, ഞാൻ നയോമിയോട് സംസാരിച്ചു. താൻ ചെയ്തു പോയ തെറ്റുകളിലും പറഞ്ഞുപോയ കാര്യങ്ങളിലുമൊക്കെ അവൾക്കിപ്പോ കടുത്ത കുറ്റബോധമുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ കുട്ടി ഒരുപാട് റിക്കവർ ആവുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് അവൾ പുറത്തേക്കൊന്നും ഇറങ്ങാതെ മുറി അടച്ചകത്തിയിരിക്കുന്നത്. നിങ്ങൾ അച്ഛനും മകളും ചേർന്ന് നടത്തിയ ചില പദ്ധതികളെക്കുറിച്ചൊക്കെ അവൾ എന്നോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇനി വിഷ്ണു അവളോടൊന്ന് സംസാരിക്കണം. ജേക്കബ് വിശ്വനാഥന്റെ കണ്ണുകളിലേക്ക് നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. നമ്മൾ മാതാപിതാക്കളാണ് മക്കളുടെ സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാല് അത് നമ്മുടെ മക്കളെ ബാധിക്കും. നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം
മോശമായ രീതിയിലായിരിക്കും താനും. ഡോക്ടറെ വാക്കുകൾ കേട്ട് വിശ്വനാഥന്റെ തല താഴ്ന്നു പോയി. നിർമ്മലയും അത് സങ്കടത്തോടെ നോക്കി നിന്നു. ഡോക്ടർ, ഞങ്ങളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? നിർമ്മല ചോദിച്ചു. ആ കുട്ടി ഇപ്പൊ കടുത്ത കുറ്റബോധത്തിന്റെ വക്കീലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോ ചെയ്യേണ്ടത് അവളെ ഒന്ന് മാറ്റി നിർത്തുകയെന്നതാണ്. എവിടേക്കെങ്കിലും ഒരു യാത്ര പോവുക, കുറച്ച് ദൂരത്തേക്ക്, ഒരു 1-2 മാസത്തേക്ക്. അവൾ ഈ വീടും സാഹചര്യങ്ങളുമായി ഒക്കെ ഒന്ന് വിട്ടു നിൽക്കട്ടെ. മനസ്സ് റിഫ്രഷായി തിരികെ വന്നതിന് ശേഷം നമുക്കൊരു സെക്ഷൻ കൂടി ചെയ്യാം. അതുവരെ നിങ്ങളായിട്ട് അവളോട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കരുത്. യാത്ര പോകുമ്പോ അവളുടെ അഭിപ്രായം കൂടി ചോദിക്കുക. അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. തൽക്കാലം മെഡിസിന്റെ ഒന്നും ആവശ്യമില്ല. മൈൻഡ് റിലാക്സ് ആയാൽ തന്നെ പകുതി പ്രശ്നങ്ങളും മാറും. അത്രയും പറഞ്ഞ് ജേക്കബ് യാത്ര പറഞ്ഞിറങ്ങി. അദ്ദേഹത്തിന്റെ കാറ് ആ മുറ്റം കടന്നു പോയി. ഉടനെ തന്നെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയ നിർമ്മലയെ വിശ്വനാഥൻ തടഞ്ഞു. നീ എങ്ങോട്ടായി പായുന്നത്? അല്ല, നയോമി മോളോടൊന്ന് സംസാരിക്കാൻ. തൽക്കാലം ഇപ്പൊ സംസാരിക്കണ്ട നിർമ്മലെ. ഡോക്ടർക്കൊന്ന് പോയതല്ലേ ഉള്ളൂ. അവൾ ശാന്തമായി ഒന്നിരിക്കട്ടെ. വൈകുന്നേരം നമുക്ക് രണ്ടുപേർക്കും കൂടി അവളെ താഴേക്ക് വിളിച്ചിരുത്തി സംസാരിക്കാം. അവൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചു മനസ്സിലാക്കി അങ്ങോട്ട് തന്നെ പോകാം. 1-2 മാസം എവിടെയെങ്കിലും ഒന്ന് ചിലവഴിക്കണം. എന്റെ ബാക്കി തിരക്കുകളെല്ലാം ഇനി മകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിശ്വനാഥൻ അത് പറഞ്ഞപ്പോ ഒരുപാട് നാളുകൾക്ക് ശേഷം നിർമ്മലയുടെ മനസ്സിലേക്ക് വലിയൊരു ആശ്വാസവും സന്തോഷവും കടന്നു വന്നു. അവർ കൃതജ്ഞതയോടെ ഭർത്താവിനെ നോക്കി നിന്നു. നാളെയാണ് ജാൻവിയുടെ പരീക്ഷ തുടങ്ങുന്നത്. രാത്രി ഏറെ വൈകിട്ടും അവൾ ഇപ്പോഴും പഠനത്തിൽ തന്നെയാണ്. പഠിച്ചു തീർത്ത ഭാഗങ്ങളെല്ലാം പിന്നെയും പിന്നെയും കണ്ണോടിച്ച് മനസ്സിൽ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. അപ്പോഴാണ് ജഗൻ പതുക്കെ അവൾക്ക് അടുത്തേക്ക് നടന്നു വന്നത്. അവൻ സ്നേഹത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. എടോ, തനിക്ക് കിടക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ജാൻവി പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇതാവുമ്പോ എന്തെങ്കിലുമൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കാലോ ജഗൻ. തന്റെ മനസ്സിലെ ടെൻഷൻ കൊണ്ടാ തനിക്ക് ഉറക്കം വരാത്തത്. താൻ തൽക്കാലം ആ ബുക്കൊക്കെ ഒന്ന് അടച്ചവിടെ വെച്ച് എന്നിട്ട് സമാധാനത്തോടെ വന്ന് കിടന്നേ. ജഗൻ അവളെ നിർബന്ധിച്ച് ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തി. അവളുടെ കാൽച്ചോട്ടിൽ കിടന്ന ബ്ലാങ്കറ്റ് എടുത്ത് പകുതി വരെ പുതപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവളെ ഓർമ്മിപ്പിച്ചു. സമാധാനായിട്ടൊന്ന് ഉറങ്ങാൻ നോക്ക്. താൻ ആദ്യമായിട്ടല്ലല്ലോ പരീക്ഷ എഴുതുന്നത്. ആണോ? പിന്നെന്തിനാ ഇത്രയും ടെൻഷൻ? ജഗൻ ചോദിച്ചപ്പോ ജാൻവിയും അതേപ്പറ്റി ഒന്ന് ചിന്തിച്ചു. അങ്ങനെയല്ല ജഗൻ, എന്തോ ഈ എക്സാം എഴുതാൻ പോകുമ്പോ ഉള്ളിൽ വല്ലാത്തൊരു വെപ്രാളം. അതെന്താ, താൻ നന്നായി പഠിച്ചിട്ടില്ലേ? ജഗൻ വീണ്ടും ചോദിച്ചു. പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു വിശ്വാസക്കുറവ്. ജാൻവി തന്റെ ആശങ്ക തുറന്നു പറഞ്ഞു. തൽക്കാലം നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേക്ക്. രാവിലെ ആകുമ്പോഴേക്കും ആ വെപ്രാളം എല്ലാം മാറി ഒക്കെ ശരിയാകും. ജഗൻ അവളുടെ കവളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു. ശേഷം അവൾ കരികിലേക്ക് കിടന്ന് ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അവന്റെ ആ സാമീപ്യവും ആശ്വാസവാക്കുകളും അതവൾക്ക് നൽകിയ ധൈര്യത്തിൽ ജാൻവിയുടെ മിഴികൾ പതുക്കെ ഉറക്കത്തിന് വഴിമാറിക്കൊടുത്തു. നിമിഷ നേരം കൊണ്ട് തന്നെ അവൾ ഗാഠമായ നിദ്രയിലേക്ക് ആഴ്ന്നു വീണു. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് തരാൻ മറക്കല്ലേ.